പോയത്? എങ്ങോട്ടായാലും അത് പറഞ്ഞിട്ടായിക്കൂടെ മനുഷ്യനെ തീ തെറ്റിക്കാൻ? ഒന്ന് വിളിക്കാന്ന് വെച്ചാൽ നിന്റെ ഫോൺ ഇവിടെ. എടാ പവി, നിന്നോടാ ചോദിച്ചത്. കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ. ഓ എടാ ആദ്യം ഒന്ന് കഴിക്കേ, എന്നിട്ടാണ് ഡാൻസ് പാട്ടും. എന്തൊരു മണ്ടത്തര അച്ഛ എഴുതി വെച്ചിരിക്കുന്നത്. കാറ്റിന് പോയി അനുരാഗം പറയാൻ പറ്റുമോ? ഇത്തരം കവിത എഴുതുന്നവർക്ക് വെറുതെ ഇങ്ങനെ സ്വപ്നം കാണാൻ പറ്റും. കാര്യം നടക്കണമെങ്കിൽ പവി വേണം, പവി. എന്ത് കാര്യം? അങ്ങനെ കഥയുടെ അവസാനം നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം കഥാനായകനായ കിച്ചുവട്ടനും കിച്ചുവണ്ട ദേവിയും ഒന്നിക്കുന്നു. സിമ്പിൾ. എന്തൊക്കെയാ നീ പറയുന്നേ? ഇതൊക്കെ നീ വിചാരിക്കുന്ന പോലെ പിള്ളേർ കളിയല്ല. ഇത് പിള്ളേർ കളി തന്നെയാ. പണ്ടൊക്കെ കാരണവന്മാര് തീരുമാനിക്കും, പിള്ളേരനുസരിക്കും. കാലം മാറി മോനെ അച്ഛാ. ഇപ്പൊ പിള്ളേര് തീരുമാനിക്കും, കാരണവന്മാരനുസരിച്ചോളണം. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. കേട്ടിട്ടില്ലേ? പിള്ളേര് ചൊല്ലും പുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അറിയാൻ പാടില്ലെങ്കിൽ കേട്ടു പഠിക്കണ്ടേ? അല്ല ഞാൻ തന്നെ പറഞ്ഞു തരണോ? അച്ഛാ, 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 ആ അഞ്ജന ഉണ്ടല്ലോ, ആ കൊച്ചു പറയണേ അച്ഛനോടൊരു കാര്യം പറയണോന്ന്. എന്താന്ന് പറയട്ടെ? ആ കൊച്ചിന് ഷെയർ വേണോന്ന്. കൊടുക്കണോ അച്ഛാ? എന്തോന്ന് ഷെയർ? അതെ, ഞാൻ അച്ഛന് ഒരുപാട് സ്നേഹം തരുന്നില്ലേ, അതിന്റെ നല്ലൊരു പങ്ക് അവക്ക് കൊടുക്കണോന്ന്. ഞാൻ പറഞ്ഞ അച്ഛനോട് ചോദിക്കാണ്ട് പറ്റൂല, ചോദിക്കാണ്ട് ചെയ്ത എന്നെ തല്ലിടിക്കും മാന്തൂന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ എന്താ പറയേണ്ടത് അച്ഛാ? കൊടുക്കടാ, മുഴുവൻ കൊടുക്ക്, വാരി കോരി കൊടുക്ക്.